ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ അത്യാവശ്യം മൂവ്മെൻറ്റുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ഗ്രീസിങ് ആവശ്യമായിട്ടുള്ള ഗ്രീസിങ്ങും തേയ്മാനത്തിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അയച്ചാണ്. അപ്പോൾ അതിൻ്റെ ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ നിന്നൊരു ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി ആക്സിലേറ്റർ കൊടുത്താലും മൂവ് ചെയ്യാനായിട്ടൊരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ മാറ്റുക, വാട്ടർ സർവീസ് ചെയ്യുക, ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ്. പക്ഷേ അത് കമ്പനി ഫിൽറ്റർ അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് നമുക്ക് കിടക്കുന്നത്. എന്നാൽ വലിയ പഴക്കമില്ല. ഇത് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സംഭവം മാറ്റി കളയണമായിരിക്കും ബെറ്റർ. കാരണം ഇപ്പോൾ തൽക്കാലം അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാലും എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഹെഡിൻ്റെ ഉള്ളിലേക്ക് കാർബൺ കൂടുതൽ കയറാനായിട്ട് ഇതൊരു കാരണമാവും. ഇത് വലിയ പഴക്കമില്ല, വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിടാം. പക്ഷെ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്ത് കളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എയർ ഫിൽറ്റർ കാർബറേറ്റർ അല്ല മറ്റേ ഹെഡിനകത്തേക്ക് കയറുന്ന കരിയുടെ അളവ് അത്രയും കുറയും എന്നുള്ളതാണ്. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് എയർ ഫിൽറ്റർ മാറ്റണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കാണ്ട് വേരിയേറ്റർ ബോഡി അതിനകത്ത് അത്യാവശ്യം മൂവ്മെൻറ്റുള്ള കുറച്ച് പാർട്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഡ്രൈവ് ബെൽറ്റ് സ്കൂട്ടർ മോഡൽ വണ്ടി ആവുമ്പോൾ പ്രത്യേകിച്ച് ആക്റ്റീവൊക്കെ നമുക്ക് ഡ്രൈവ് ബെൽറ്റാണ്. അതുകൊണ്ട് തന്നെ ബെൽറ്റ് ഡ്രൈവ് ആണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് അഴിച്ച് ചെക്ക് ചെയ്തിട്ട് ഗ്രീസിങ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഓരോ 4 മാസം കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടും കൂടി ക്ലച്ച് അയച്ചിട്ടുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതിൻ്റെയൊക്കെ യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. തേയ്മാനമൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ളതാണ്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ബെൽറ്റാണ്. അതങ്ങനെ ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്തിടും. ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായാലും ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. ക്ലച്ച് യൂണിറ്റ്, ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണ് അത്. അതിൻ്റെ പെർഫോമൻസൊക്കെ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്യുക, വാട്ടർ പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയതാണ്. ബാക്ക് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്കിത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ടയറും അത്യാവശ്യം കട്ടയുണ്ട് ടയറിന്, വലിയ പഴക്കമില്ലാത്ത ടയറാണ്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഇവിടെ ഓയിൽ ഇന്ന് താഴേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ നമുക്ക് ആ ഗ്യാസ്കറ്റ് അഴിച്ച് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ അയച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാനാണ്. അതിൻ്റെ കാരണം ഒന്നാമത് നമുക്ക് ആ വണ്ടി വലിയ ഇടയ്ക്ക് കിട്ടാത്ത പോലെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് നമ്മളത് അഴിച്ചു നോക്കിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ സ്ലോ ജെറ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. ശരിക്കും ഇതിൻ്റെ നമ്മുടെ ഒരു മുടിനാര് പോലും കയറി പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയൊരു ഹോളാണ് അതിൻ്റെ ഉള്ളിൽ വരിക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഈ പെട്രോളിൽ വരുന്ന അഴുക്കിൻ്റെ ഫലമായിട്ട് അതിനകത്ത് അത്യാവശ്യം ബ്ലോക്ക് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് കാർബറേറ്ററൊക്കെ നല്ല രീതിയിൽ ക്ലീനർ ഉപയോഗിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിടാം. ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വലിയുടെ കേസൊക്കെ സോൾവ് ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകൾ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ നമുക്ക് ഈ കുഷ്യൻ അസംബ്ലിയുടെ ബുഷ്, ഈ സൈഡിൽ തന്നെ ബുഷ് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. ഈ കുഷ്യൻ്റെ ഷോക്കിൻ്റെ ബുഷ് അത് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം. കാരണം അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഓവറായിട്ട് പോയി ഇത് അടിക്കാൻ തുടങ്ങും. ആ ബുഷ് ചതഞ്ഞ് പോയിട്ട് ഈ ഷോക്കും വന്ന് അടിക്കാൻ തുടങ്ങും. അതിന് മുമ്പ് നമുക്കത് മാറ്റിയിടണം നല്ലത്. ലിങ്കിൻ്റെ ബുഷുകൾക്ക് ചെറിയൊരു പ്ലേ ഉള്ളൂ, പക്ഷേ അത് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താവുന്നേ ഉള്ളൂ. അത് ആ രീതിയിൽ ഉപയോഗിക്കാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ വലിയ പഴക്കമില്ലാത്ത ലൈനറാണ്. നമുക്കത് ക്ലീൻ ചെയ്താൽ വണ്ടി വന്നപ്പോൾ ലൈനർ ആയിരിക്കാം. പക്ഷേ അത്യാവശ്യം നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ തേയ്മാനം കാര്യമായിട്ട് വന്നിട്ടില്ല. നമുക്കത് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമായാലും ടയറൊക്കെ പുതിയ ടയറാണ് കിടക്കുന്നത്, പുത്തൻ ടയറാണ്, കുഴപ്പമൊന്നുമില്ല. കമ്പനി ശരിക്കും പറഞ്ഞാൽ ബാക്കിലിടുന്ന ടയർ ഇതേപോലെ തന്നെ യൂസ് ചെയ്യണം നല്ലത്. കാരണം ഈ പാറ്റേൺ കാരണം ശരിക്കും വണ്ടി വരുമ്പോൾ വന്നത് ആ മോഡലാണ്. അത് തന്നെയാണ് നമുക്ക് ഓടിക്കാൻ സ്മൂത്തും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ, കുറച്ചുകൂടി ബെറ്റർ. ഫ്രണ്ടിൽ കിടക്കണമൊക്കെ നല്ല ടയറാണ്, TS ടയറാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ്. 2019 ബാറ്ററിയാണ് ഇരിക്കുന്നത്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അതും ഇരിക്കുന്ന ബാറ്ററി അങ്ങനെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി കാണിച്ചു തരാം കേട്ടോ. കാരണം വെച്ചാൽ ബാറ്ററിയുടെയാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. വോൾട്ട് നോക്കുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും.
ഓണോ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ആയി ജസ്റ്റ് വോൾട്ട് മതി. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആംബിയർ വേണം. അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കാണിക്കുന്നുണ്ടോ, ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ നിലവിലിപ്പോൾ സെൽഫൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ബാറ്ററിയുടെ കാലാവധി ഏകദേശം അതിൻ്റെ മാക്സിമം ഉപയോഗം കഴിഞ്ഞാണ്. 2019 മോഡലാണ് വണ്ടിയും ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു 5 കൊല്ലം എന്തെങ്കിലും ആയിട്ടുണ്ട്. മാക്സിമം അതിൻ്റെ കാലാവധി കഴിഞ്ഞാണ്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് വണ്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് അത് സോൾവ് ആവുള്ളൂ. കാര്യം ഇപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തപ്പോൾ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് കയറ്റിയത്. പക്ഷേ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡാമേജ് ആയിട്ടാണ്, അത് സെൽ ഡാമേജാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമ്മളതിൻ്റെ ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി, പക്ഷേ അത് നമുക്ക് അത്ര കംഫർട്ടായിട്ട് കിട്ടണില്ല. നമ്മൾ എങ്ങനെ നോക്കിയാലും ഈ ടൈറ്റ് എന്തെങ്കിലും മാറില്ല കേട്ടോ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാം. അത് കേബിളിൻ്റെയൊക്കെ കാലാവധി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ് ടൈറ്റാണ്. അത് ഞാനിപ്പോൾ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തി പറയാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ബാറ്ററി പറഞ്ഞ രീതികളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നോക്കുമ്പോൾ പ്ലഗിൻ്റെയും കാലാവധി കഴിഞ്ഞാണ്. ഇതിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ ഈ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു പാർട്സാണത് ശരിക്കും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്ന എയർ ഫിൽറ്ററിയുടെ എയർ വലിച്ച് കാർബറേറ്റർ വഴി പെട്രോൾ മിക്സ് ചെയ്തിട്ട് ഹെഡിലേക്ക് വരാം. ഹെഡിൽ വന്നു കഴിയുമ്പോൾ പ്ലഗ് കറക്റ്റായിട്ട് സ്പാർക്ക് ചെയ്ത് കത്തിക്കുന്നു. അപ്പോൾ അതാണ് ശരിക്കും അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഏകദേശം ഒരു കാലാവധി കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ അത്യാവശ്യം പോയിന്റിലേക്ക് എത്തി. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം, ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെന്നുള്ളൂ, നമുക്ക് ക്ലീൻ ചെയ്തിടാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങളൊന്ന് പറയാം. അപ്പോൾ അത് നോക്കാം, എന്നിട്ട് അതനുസരിച്ചിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഒന്ന് എഞ്ചിൻ ഓയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, സ്പാർക്ക് പ്ലഗ് നമുക്കത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഹെഡിൻ്റെ ലീക്ക് ഉള്ളതുകൊണ്ട് ആ ഗ്യാസ്കറ്റുകൾ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററി ഉൾപ്പെടുത്തുന്നുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബുഷ് സെറ്റുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് നമ്മൾ അതിനകത്ത് കൊള്ളിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ടൊരു ക്ലീനർ, ഒരു സ്പ്രേ ഉണ്ട്, അത് വേണം. അതേപോലെ തന്നെ സ്ലോ ജെറ്റ് നമുക്ക് മാറ്റേണ്ടി വരും. അതേപോലെ തന്നെ ഞാൻ ഈ എയർ ഫിൽറ്റർ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പെർമിഷൻ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ എന്തെങ്കിലും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ആ ജർക്കിങ് കാണിക്കുന്നതിൻ്റെ വേറൊരു റീസൺ കൂടി ഉണ്ട്. ഈ ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ ഇവിടെ വന്ന ക്ലിപ്പുകളൊക്കെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ട് നമ്മൾ ടൈ ഒക്കെ ഇട്ടിട്ടാണ് നിർത്തിയാണ്. കാരണം എന്ന് വെച്ചാൽ ഫൈബർ ബോഡിയാണ്, ജർക്കിങ് കൂടുതൽ കാണിക്കുക, അങ്ങനെ കൂടുതൽ വരുമ്പോൾ ചില കേസിൽ അങ്ങനെ വന്ന ഡാമേജാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് പ്രോബ്ലമാണ്. അതൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ ക്ലിപ്പ് ചാടി പോയിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ആ ജർക്കിങ് വരാനായിട്ട് റീസൺ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഫൈബർ ആയതുകൊണ്ട് തന്നെ 100% മാറുന്നൊന്നും വിചാരിക്കേണ്ട, പക്ഷേ എന്നാൽ പോലും ആ വലിയ ഇറിറ്റേഷനുള്ള സൗണ്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നമുക്കൊരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പറയാം, എത്ര വരുമെന്ന് നോക്കിയിട്ട്. അപ്പോൾ അതനുസരിച്ചൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.